ആസൂത്രണ ബോർഡിലേക്ക് നടത്തിയ പരീക്ഷയിൽ ഉന്നത റാങ്ക് വാങ്ങിയ ഉദ്യോഗാർത്ഥികളുടെ വിവരങ്ങൾ നൽകാനുള്ള നിർദ്ദേശം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് PSC നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് ചോദ്യം ചെയ്തുകൊണ്ട് നൽകിയ ഹർജിയാണ് കോടതി പരിഗണിക്കുക. റാങ്ക് പട്ടികയിലെ 1ഉം 2ഉം സ്ഥാനക്കാരുടെ മാർക്കും സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പും നൽകണമെന്നാണ് 3ാം റാങ്കുകാരന്റെ ആവശ്യം. എന്നാൽ മറ്റു ഉദ്യോഗാർത്ഥികളുടെ മാർക്കും സർട്ടിഫിക്കറ്റുകളും വ്യക്തിഗത വിവരങ്ങളെന്നാണ് PSC ഉയർത്തുന്ന വാദം. അർജുൻ മട്ടന്നൂരിന്റെ വിവരങ്ങൾ നൽകാൻ. അർജുൻ, PSCയുടെ വാദം ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അതായത് വ്യക്തിഗത വിവരങ്ങളാണ് എന്ന് ചൂണ്ടിക്കാട്ടുന്നതാണ് ഈ മറ്റുദ്യോഗാർത്ഥികളുടെ വിവരങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ എന്താണ് കോടതിയിലെ നടപടിക്രമങ്ങൾ ഉണ്ടാവുക? മറ്റു വിവരങ്ങൾ ലഭ്യമാകുന്നതൊക്കെ? ശ്രുതി, ആസൂത്രണ ബോർഡിലെ നിയമനവുമായി ബന്ധപ്പെട്ട PSC ക്രമക്കേടിൽ ആ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമാകാൻ പോകുന്ന ഒരു ഹർജിയായിരിക്കും ഇത് എന്ന് പറയേണ്ടി വരും. കാരണം ഈ ഹർജിയിൽ കൃത്യമായ തീരുമാനം, അതായത് ഈ രേഖകൾ നൽകണം എന്ന വിവരാവകാശ കമ്മീഷന്റെ നിർദ്ദേശം ഹൈക്കോടതി കൂടി ശരിവെക്കുകയാണെങ്കിൽ സ്വാഭാവികമായും PSCക്ക് ഈ ആദ്യ റാങ്കുകാരുടെ ഈ മാർക്ക് ലിസ്റ്റ് അതോടൊപ്പം തന്നെ മറ്റ് രേഖകളടക്കം ഈ പരാതിക്കാരന് നൽകേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ആ ക്രമക്കേടുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ പുറത്തേക്ക് വരികയും ചെയ്യും. അതുമായി ബന്ധപ്പെട്ടൊരു ഹർജിയാണ് ഇന്ന് ഹൈക്കോടതി പരിഗണിക്കാൻ പോകുന്നത്. നേരത്തെ ആസൂത്രണ ബോർഡ് നിയമനവുമായി ബന്ധപ്പെട്ട ഈ രേഖകൾ വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പരാതിക്കാരൻ ആദ്യം വിവരാവകാശ കമ്മീഷണറെ സമീപിക്കുന്നു. അതിനുശേഷം കമ്മീഷനാണ് ഈ രേഖകൾ നൽകാൻ വേണ്ടി നിർദ്ദേശം നൽകുന്നത്. പക്ഷേ PSC കൂട്ടാക്കുന്നില്ല. അതിനുശേഷം PSC ഈ കമ്മീഷന്റെ നിർദ്ദേശത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. അതിന്റെ ഭാഗമായി ആദ്യം ഒരു ഹർജി, ഒരു റിട്ട് ഫയൽ ചെയ്തു. പക്ഷേ അതിൽ ചില പിഴവുകളുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഹൈക്കോടതി വീണ്ടും മറ്റൊരു റിട്ട് സമർപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയായിരുന്നു. അത്തരമൊരു ഹർജിയാണ് ഇന്നലെ സമർപ്പിച്ചിരിക്കുന്നത്. ഈ ഹർജി ഇന്ന് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് പരിഗണിക്കാൻ പോവുകയാണ്. ഇതിൽ പ്രധാനമായും PSC പറയുന്നത് ഇത് വ്യക്തിഗത വിവരങ്ങളാണ്. വിവരാവകാശ കമ്മീഷന്റെ പരിധിയിൽ ഇത്തരത്തിൽ വ്യക്തിഗത വിവരങ്ങൾ വരില്ല എന്നും അത് നൽകാൻ കഴിയില്ല. ഏതാണ്ട് 1.25 കോടി ഉദ്യോഗാർത്ഥികളുടെ ഇത്തരം വിവരങ്ങൾ PSCയുടെ പക്കലുണ്ട്. അത്തരം രേഖകളും വിവരങ്ങളും ഇത്തരത്തിൽ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം നൽകേണ്ടി വന്നാൽ അത് വലിയ ഭവിഷ്യത്താണ് അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുക എന്നതാണ് PSCയുടെ പ്രധാനപ്പെട്ട വാദം. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട രേഖകളാണ് ഇത് എന്നും ഇത് ഈ പരാതിക്കാരൻ നൽകണം എന്നതുമാണ് ഇതിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. മാത്രവുമല്ല, കമ്മീഷന്റെ നിർദ്ദേശം സമർപ്പിക്കാൻ അല്ലെങ്കിൽ നൽകാൻ കഴിയില്ല എന്ന PSC നിലപാടെടുത്തതിന് പിന്നാലെ രൂക്ഷ വിമർശനം വിവരാവകാശ കമ്മീഷൻ നടത്തുകയും ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ ഹർജി കോടതിയുടെ മുന്നിലേക്ക് എത്തുന്നത്. എന്തായാലും കോടതിയാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. കോടതിയുടെ തീരുമാനം ഈ കേസിലേറെ നിർണായകമാകാൻ സാധ്യതയുമുണ്ട്. ശരി, അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്.